പ്രതിപക്ഷം നിയമസഭ ഇന്നും ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വാശ്രയ പ്രശ്നത്തിൽ എംഎൽഎമാർ നിരാഹാരം നടത്തുന്നതിനാൽ സഹകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം. എംഎൽഎമാരുടെ നിരാഹാരം 7ാം ദിവസവും തുടരുകയാണ്. സുനിൽ അരമാനൂർ ചേരുകയാണ്. സുനിൽ, ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭയിൽ തുടരാനില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. സഭ വിട്ടിറങ്ങുകയും ചെയ്തു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു. ഇതിനെ തുടർന്ന് സ്പീക്കർ സ്വാശ്രയ വിഷയം പിന്നീട് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാം എന്ന് പറയുകയായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ബഹളം തുടർന്നതിന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചു. അദ്ദേഹം പറഞ്ഞത് സ്വാശ്രയ മേഖലയില് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിൽ ഫീസ് കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രി അതിനെ എതിർത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചിട്ടുമെന്നും അക്കാര്യം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിൽ ചർച്ചയുടെ കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രതിപക്ഷത്തിന്റെ എംഎൽഎമാർ നിരാഹാര കിടക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഈ സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയുകയില്ലെന്നും സ്വാശ്രയ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നവരുടെ സമരം തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും മറ്റു പ്രതിപക്ഷ അംഗങ്ങളും സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു. കുറെ സമയം ഈ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന എംഎൽഎമാരോടൊപ്പം മുദ്രാവാക്യം വിളിച്ച് ഇരുന്നു. അതിനുശേഷമാണ് സഭയുടെ പുറത്തേക്ക് ഇറങ്ങിയത്. ശക്തമായിട്ടുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാദം. കാരണം സർക്കാർ ഇത്തരത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അക്കാര്യം ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഇന്നും സഭയിൽ പ്രതിപക്ഷം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എംഎൽഎമാരുടെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും സഭാ നടപടികൾ തുടരുകയാണ്. ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കാണ് ചോദ്യത്തിന് മറുപടി പറയുന്നത്. നേരത്തെ ചോദ്യോത്തരവേളയിൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച്, അതായത് ആയുധ പരിശീലനം നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് രാജേഷ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായി മന്ത്രി കടകംപള്ളി സഭയെ അറിയിച്ചത് ഒരു ആരാധനാലയങ്ങളിലും ആയുധ പരിശീലനം അനുവദിക്കുകയില്ല, അത് സർക്കാരിന്റെ നിലപാടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ എംഎൽഎമാരെ ഇപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു. ആരോഗ്യനില മോശമാണെങ്കിൽ ഇന്ന് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ സർക്കാരിന്റെ നിലപാട് ഏതാണ് എന്നറിഞ്ഞ ശേഷമായിരിക്കും പ്രതിപക്ഷത്തിന്റെ തുടർ നടപടികൾ. എന്തായാലും സുനിൽ, പക്ഷെ ഒരു കാര്യമുണ്ട്, മാനേജ്മെന്റ് ഫീസ് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്ന് ഫസൽ ഗഫൂർ ഇന്നലെ തന്നെ ആവർത്തിച്ചതാണ്. അത്തരത്തിൽ ഫീസ് കുറയ്ക്കുകയല്ല, മറിച്ച് സ്കോളർഷിപ്പ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന തരത്തിലാണ് അദ്ദേഹം ആവർത്തിച്ചത്. അത്തരത്തിൽ പോകുമ്പോൾ മാനേജ്മെന്റിന്റെ ഈ ഒരു ഇടപെടൽ ഇന്നത്തെ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറെ നിർണായകമാകില്ലേ? കാരണം ഇന്നലെ തന്നെ അത് വളരെ വ്യക്തമായി തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിൽ ഫീസ് കുറച്ചു നൽകാൻ പറ്റില്ല. കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഫീസ് കുറച്ചു നൽകി കഴിഞ്ഞാൽ കരാറിനെ ചോദ്യം ചെയ്ത് ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കുട്ടികൾക്കാണോ, പാവപ്പെട്ട കുട്ടികൾ എത്രയാണോ എന്ന് കണ്ടെത്തുക, ആ കുട്ടികൾക്ക് ഫീസ് കുറയ്ക്കുന്ന ഫീസ് സ്കോളർഷിപ്പായി നൽകാം. അപ്പോൾ അത് നിയമപരമായി നിലനിൽക്കും എന്നുള്ള ഒരു വാദഗതിയാണ്. പക്ഷേ ഇക്കാര്യം മാനേജ്മെന്റുകൾ തന്നെ ചർച്ച ചെയ്യണം. ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ MESന്റെ അഭിപ്രായമാണ് ഇന്നലെ ഫസൽ ഗഫൂർ പറഞ്ഞത്. പക്ഷേ മറ്റു മാനേജ്മെന്റുകൾ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കണമെങ്കിൽ അവർ അസോസിയേഷൻ യോഗം ചേർന്ന് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു നിലപാട് കൂടെ അറിഞ്ഞ ശേഷമായിരിക്കും സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കുക ഇവരുമായിട്ട് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. എങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലും ഈ വിഷയത്തിൽ, സ്വാശ്രയ വിഷയത്തിൽ സമരം അവസാനിപ്പിക്കുന്ന നടപടികൾ അടക്കമുള്ളവയിലേക്ക് കടക്കുകയുള്ളൂ. ശരി, സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഷീജ കൂടി സഭയ്ക്ക് പുറത്തുനിന്ന് ചേരുകയാണ്. ഷീജ, ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടു. സർക്കാർ ഒരു നല്ല സമീപനം സ്വീകരിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? നിഷേധാത്മക നിലപാടല്ല ഒരിക്കലും UDF സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. തീർച്ചയായും മഞ്ജു, ഈ വിഷയത്തിൽ സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ MLA-മാർ നിരാഹാരം കിടക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി വഷളാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ആ രീതിയിൽ ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് വന്നാൽ തങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ സഭാ
നടപടികൾ അത്തരത്തിൽ ബഹിഷ്കരിച്ചുകൊണ്ട് പോകണം എന്നുള്ളതല്ല തങ്ങളുടെ താല്പര്യം. ജനാധിപത്യപരമായി ഇതിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ ഇത്തരത്തിൽ ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന MLA-മാരുടെ സ്ഥിതി നോക്കിക്കൊണ്ട് മാത്രമാണ് തങ്ങൾ സഭാ ബഹിഷ്കരണത്തിലേക്ക് ഇന്നും കടന്നിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തലസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം അവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. ഈ കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പ്രതിപക്ഷം പറയുന്നു. ഈ തീരുമാനം വന്നാൽ ഉടൻ തന്നെ തങ്ങളുടെ സമരപരിപാടികളും ഒരു ശുഭപര്യവസാനത്തിലേക്ക് എത്തും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ ഇത്തരത്തിൽ ഫീസ് നിരക്ക് വർധനവ് എന്നുള്ളതിൽ നിന്ന് അല്പമെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു സമവായം തന്നെയാണ് ഇപ്പോൾ നിലവിൽ അത്തരത്തിലൊരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സമരം പിൻവലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാകും പ്രതിപക്ഷം കടക്കുക. ഏതായാലും രാവിലെ 11:00 കൂടിയാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം തലസ്ഥാനത്ത് ചേരുന്നത്. അതിനുശേഷം അവരുടെ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ളൊരു യോഗം ഒരു തീരുമാനം ഉണ്ടാവുക. അതേസമയം നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ ഫീസ് നിരക്ക് കുറയ്ക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഉള്ളത്. പ്രത്യേകിച്ചും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത് തങ്ങൾക്ക് നിയമപരമായോ സാങ്കേതികമായോ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഫീസ് നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധിക്കുന്നതല്ല എന്ന് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഫസൽ ഗഫൂർ ഈ വിഷയത്തിൽ MESന്റെ അധ്യക്ഷനുള്ള ഫസൽ ഗഫൂർ ഈ വിഷയത്തിൽ തങ്ങൾ മെറിറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ സ്കോളർഷിപ്പ് നൽകുന്ന കാര്യം പരിഗണിക്കാം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ വിഷയങ്ങൾ എല്ലാം തന്നെ രാവിലെ 11:00 കൂടി ചേരുന്ന മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. തുടർന്ന് അവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ സമരത്തിന്റെ കാര്യത്തിലും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. അഞ്ജു, ഷിജ, എന്തായാലും 7ാം ദിവസം ആയിരിക്കുകയാണ് നിരാഹാര സമരം. അവരുടെ ആരോഗ്യസ്ഥിതി, ഷാഫി പറമ്പിൽ, ഹൈബിയുടൻ എന്നിവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ഏത് രീതിയിലാണ്? ഷാഫി പറമ്പലിന്റെയും ഹൈബിയുടെയും ആരോഗ്യസ്ഥിതി തീർത്തും വഷളായി തന്നെ തുടരുക തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിയമസഭയിലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. അവർ സ്പീക്കർക്കടക്കം റിപ്പോർട്ടും നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി വഷളാവുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവരെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അവർ പ്രതിപക്ഷ നേതാവിനടക്കം ഈ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാഫി പറമ്പിലും ഹൈബിയുടനും. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റിക്കൊണ്ട് പകരം ഒരാളെ ഉടനെ അടിയന്തരമായി ഇപ്പോൾ സമരത്തിലേക്ക് നയിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ ഏത് രീതിയിൽ വരുന്നു അത് നോക്കിയിട്ട് മാത്രമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ ഏതായാലും ആലോചനയിലില്ല. ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഷിജ, ചോദ്യോത്തര വേളയിൽ നിന്നാണ് ഇറങ്ങി പോയിരിക്കുന്നത് പ്രതിപക്ഷം. ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ സഭയിൽ പങ്കെടുക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി? അഞ്ജു, ഏതായാലും ഇപ്പോൾ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ബഹിഷ്കരിച്ചാൽ ഒരിക്കലും പിന്നീട് അവർ സഭാ നടപടികളിലേക്ക് സഹകരിക്കില്ല. അതിനുശേഷം അവർ ബഹിഷ്കരിച്ചതിന് ശേഷം ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് അരികിൽ വന്ന് അവിടെ ആ പടിക്കെട്ടിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്കെത്തി മാധ്യമങ്ങളെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കണ്ടത്. ഏതായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അവർ ഏതായാലും സഭാ നടപടികളുമായി ഇന്ന് സഹകരിക്കുകയില്ല. ഇന്ന് സർക്കാർ മാനേജ്മെന്റിന്റെ യോഗത്തിൽ എന്താകും തീരുമാനം ഉണ്ടാവുക, അതേ തുടർന്ന് മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ മാനേജ്മെന്റുകൾ ഏത് രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു, ആ യോഗത്തിന്റെ തീരുമാനം എന്ത് എന്നുള്ളതാണ് ഇനി പ്രതിപക്ഷം ഒന്നടങ്കം നോക്കുന്നത്. ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവരുടെ സമരത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിലും അതോടൊപ്പം അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ഇവരുടെ യോഗം നടക്കുന്നതായിരിക്കും. ഈ രണ്ട് യോഗങ്ങളിലാണ് പ്രധാനമായും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാശ്രയ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ചോദ്യോത്തരവേള വിട്ട് സഭ വിട്ട് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നു. നിരാഹാരം ഇരിക്കുന്ന അവർക്കൊപ്പം ഇപ്പോൾ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ഇരിക്കുകയാണ്.